നീലേശ്വരം കോട്ടപ്പുറം ശ്രീ വൈകുണ്ഠ ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ കള്ളൻ അറസ്റ്റിൽ. കുപ്രസിദ്ധ മോഷ്ടാവായ പത്തനംതിട്ട സ്വദേശി വിഷ്ണു എന്ന 32-കാരനെയാണ് നീലേശ്വരം പോലീസ് വാളയാറിൽ നിന്നും പിടികൂടിയത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് നീലേശ്വരം പോലീസ് കോട്ടപ്പുറം ശ്രീ വൈകുണ്ഠ ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയത്. കുപ്രസിദ്ധ മോഷ്ടാവായ പത്തനംതിട്ട സ്വദേശി വിഷ്ണുവാണെന്ന് തിരിച്ചറിഞ്ഞതും ഒടുവിൽ കണ്ടെത്തി പിടികൂടിയതും. 32-കാരനായ ഇയാൾ നിരവധി കവർച്ചാ കേസുകളിലെ പ്രതിയാണ്. കോട്ടപ്പുറത്തെ കവർച്ചയ്ക്ക് ശേഷം വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വിഷ്ണു പാലക്കാട് ജില്ലയിലെ വാളയാറിൽ എത്തിയിട്ടുണ്ടെന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യവിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങളായ SI കല്ലായി അബൂബക്കർ, ഷാജു, ASI ജിനീഷ്, നികേഷ്, രാജേഷ്, നിഖിൽ, നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ SIമാരായ അജിത, ജിഷ്ണു, ASI ശ്രീജിത്ത്, മഹേഷ് കാങ്കോൽ, ദിലീഷ് പള്ളിക്കൈ, അജിത്ത് പള്ളിക്കര, അഭിലാഷ് എന്നിവരടങ്ങിയ സംഘം സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ മെയ് 24 രാത്രിയിലാണ് കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രത്തിൽ കവർച്ച നടന്നത്. ഓഫീസ് മുറിയുടെയും അലമാരയുടെയും 6ഓളം ഭണ്ഡാരങ്ങളുടെയുമടക്കം 11ഓളം പൂട്ടുകൾ തകർത്ത മോഷ്ടാവ് 30,000-ഓളം രൂപ കവരുകയായിരുന്നു. 8:30 അകത്തു കയറിയ കള്ളൻ ഏതാണ്ട് 4 മണിക്കൂറോളം അകത്ത് ചെലവഴിച്ച് 12:30 പുറത്തിറങ്ങിയത്. ഇതിനിടയിലെ ഇയാളുടെ പല ദൃശ്യങ്ങളും CCTVയിൽ പതിഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ദിവസങ്ങൾക്കകം തന്നെ മോഷ്ടാവിനെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതാണ് പിടികൂടാൻ വൈകുന്നതിൽ കാലതാമസം വരാൻ കാരണമായത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.